അപ്പോൾ ആ ഒരു ആശങ്കയ്ക്കും വിട നൽകിയിരിക്കുകയാണ്. യെസ്, വാഷിങ്ടൺ സുന്ദർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബാംഗ്ലൂർ സെൻറ്റർ ഓഫ് എക്സലൻസിൽ പരിശീലനം പുനരാരംഭിച്ച് കഴിഞ്ഞു. പോരെ. അപ്പോൾ ഇനി വാഷിങ്ടൺ സുന്ദറിന് പകരം ആര് എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തി ഇല്ലല്ലോ. രവി ബിഷ്ണോയിന് തന്നെ തുടരാൻ സാധ്യതയുണ്ട്, അല്ല അറിയാൻ പരാഗൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഒരു ചർച്ചയ്ക്കും അടിസ്ഥാനമില്ല. ഇന്ത്യയുടെ താരങ്ങളെല്ലാം തന്നെ പരിക്കുമാറി വരുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ കാര്യമാണ്. തിലക് വർമ്മ വാം അപ്പ് മാച്ചിന് ജോയിൻ ചെയ്യും. അക്സർ പട്ടേൽ ഏകദേശം സെറ്റായി, ചിലപ്പോൾ അടുത്ത കളി ഇറങ്ങിയേക്കാം. ഇതാ വാഷിങ്ടൺ സുന്ദറും വരുന്നു. അപ്പോൾ വേൾഡ് കപ്പ് ടീം ആദ്യം പ്രഖ്യാപിച്ച ടീം തന്നെ, പകരക്കാരൊന്നും ആവശ്യമില്ല. അതേ ടീം, അതേ സെറ്റപ്പ്, ഒരേ ലക്ഷ്യം, T20 വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളത്. ചരിത്രം അതിനനുവദിക്കുന്നില്ല. ഒരു ടീമും ഇതുവരെ വേൾഡ് കപ്പ് നിലനിർത്തിയിട്ടില്ല. പക്ഷേ ചരിത്രം തിരുത്താനായിട്ട് ഇന്ത്യ ഇറങ്ങുകയാണ് സ്വന്തം ഗ്രൗണ്ടിൽ. അതും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഒരു ആതിഥേയത്വ രാജ്യങ്ങളും ലോകകപ്പ് നേടിയിട്ടില്ല. അങ്ങനെ 2 ചരിത്രവും ഈ പ്രാവശ്യം ഈ 15 അംഗ ടീം പൊളിച്ചെഴുതുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.